ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ, ഇതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇപ്പോൾ 10th പ്രിലിംസിന്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണല്ലോ. ജൂൺ 18 ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സാം നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആർക്കൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. എന്നാലും നമുക്കിനി വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും ബാക്കി സ്റ്റേജുകൾക്കാണെങ്കിലും നമുക്ക് 10th പ്രിലിംസിനും 10th മെയിൻസിനെല്ലാം ഉറപ്പായും പഠിച്ചിരിക്കേണ്ട SCERT ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ലക്ഷ്യയിൽ നിന്നുമുള്ള ഒരു PDF ആണിത്. ഇത് നമുക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയാം. ഓക്കെ, ഇന്ത്യ ചരിത്രത്തെ പറ്റി യൂറോപ്യന്മാരുടെ ആഗമനം, അതേപോലെ 1857 കലാപം വരുന്നത്, അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന SCERT ചാപ്റ്റർ ആണ്. അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നീ പറയുന്ന 2 ചാപ്റ്ററിൽ നിന്നും ഉണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ സിലബസിനെ പറ്റിയിട്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചാപ്റ്റർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, അതേപോലെ തന്നെ ജനാധിപത്യം, ഒരു ഇന്ത്യൻ അനുഭവം, പിന്നെ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, പിന്നെ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? ഭരണഘടനയ്ക്ക് ഒരു മികവുര, ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിന്യാസം, ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. അപ്പൊ PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ഈ SCERT ചാപ്റ്ററുകളൊക്കെ വായിച്ച ശേഷം റാങ്ക് ഫയൽ വായിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതായത് നമുക്ക് റാങ്ക് ഫയൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭരണഘടനയാണെങ്കിലും മറ്റ് വിഷയങ്ങളാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ റാങ്ക് ഫയൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫി വരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ലോകത്തിന്റെ നെറുകയിലെ വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ. സിലബസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. സിലബസ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അതായത് 10th പ്രിലിംസിനാണെങ്കിലും 10th പ്രിലിംസിനുള്ള സിലബസ് ഇപ്പോൾ കമ്പനി ബോർഡ് LGSന്, LDക്ക് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സിലബസിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ചാപ്റ്റേഴ്സ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ കേരളം ഭൂമിശാസ്ത്രത്തിന് വരുന്നത് നാടറിയാം, നട്ടു നനയ്ക്കാൻ, നന്മകൾ കൊയ്യാം, ഈ 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോ നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ ആണെങ്കിലും വെബ്കോ LDയുടെ ആണെങ്കിലും സിലബസ് ഇപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് മുന്നത്തെ സിലബസ് ഒക്കെ അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഗൂഗിളിലാണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുമ്പത്തെ സിലബസ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിലബസ് കൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിലബസ് നമ്മുടെ എക്സാമിനേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ജൂലൈയുടെ എക്സാമിനേഷൻ പ്രോഗ്രാമിലാണ്. ഇപ്പൊ ജൂലൈ 18 10th പ്രിലിംസ് നടക്കുന്നത്, ഫസ്റ്റ് സ്റ്റേജ്. അപ്പോ അതിനകത്ത് സിലബസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഈ പറയുന്ന കമ്പനി ബോർഡ് LGSനും വെബ്കോ LDക്ക് സെപ്പറേറ്റ് ആയിട്ട് സിലബസ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിനകത്ത് വരുന്ന കണ്ടന്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 10th പ്രിലിംസ് ഒരുമിച്ചാണല്ലോ നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മള് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോ പിന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ദേശീയ പ്രസ്ഥാനവും കേരളവും, ചരിത്രത്തിന്റെ ആധാരശിലകൾ, കേരളം ആധുനികതയിലേക്ക്, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാൻ. ഇതിനകത്ത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേപോലെ തന്നെ ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇതേപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളും അതേപോലെ NCERT ടെക്സ്റ്റ് ബുക്കുകളുടെയും PDF-ഉം ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലക്ഷ്യ കേരള എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ തന്നെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോരാത്തതിന്
ഹെയർകാർഡ് PSC എന്ന് പറയുന്ന ചാനലിൽ ഫുള്ളായിട്ട് തന്നെ ഈ പറയുന്ന SCERT ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ NCERT പഠിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിനകത്ത് NCERT PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജീവശാസ്ത്രമാണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഇതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഈ PDF-നകത്തുണ്ട്. അപ്പം ഞാൻ ഈ PDF നമ്മുടെ PSC സഫാരി എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. കാരണം ഇത് ലക്ഷ്യയിൽ വന്നിട്ടുള്ള ഒരു PDF ആണ്, പക്ഷെ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പ്രിലിംസ് അടുത്തിരിക്കുമ്പോൾ എല്ലാവരും ഇത് അന്വേഷിച്ച് നടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഞാനിത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചാപ്റ്റേഴ്സിനെ പ്രത്യേകം വായിക്കുന്നില്ല, നിങ്ങൾക്ക് PDF നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ PSC ആദ്യമായിട്ട് പഠിക്കുന്നവരാണ്, അതിപ്പോൾ ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ പഠനം ആരംഭിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ റാങ്ക് ഫയൽ വായിക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ശേഷം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ വായിച്ച് കഴിയുന്ന ചാപ്റ്റേഴ്സിനെ ടിക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എന്നുണ്ടെങ്കിൽ ഈ PDF ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഇത് SCERT ചാപ്റ്റേഴ്സിന് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗപ്പെടട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.